പ്രാർത്ഥനകൾ പിതാവേ, സ്നേഹപിതാവേ, ഹൃദയാഞ്ജലികൾ പ്രാർത്ഥനകൾ സ്മൃതി തീരങ്ങളിൽ നിറവിളിയോടെ യാത്രാമൊഴികൾ നേരുന്നു പിതാവേ, സ്നേഹപിതാവേ, ഹൃദയാഞ്ജലികൾ പ്രാർത്ഥനകൾ. സ്നേഹാദരവിൻ പനിനീർപ്പൂക്കൾ അർപ്പിക്കുന്നു നല്ലിടയാ. സ്നേഹാദരവിൻ പനിനീർപ്പൂക്കൾ അർപ്പിക്കുന്നു നല്ലിടയാ. ചെറുചിരിയോടെ നീ നയിച്ച അജഗണമാകി വണങ്ങുന്നു. ചെറുചിരിയോടെ നീ നയിച്ച അജഗണമാകി വണങ്ങുന്നു. അജഗണമാകി വണങ്ങുന്നു. ആർദ്ര സ്നേഹത്തിന്റെ ആൾരൂപമായ തൂങ്കുഴി പിതാവ് നിത്യതയിലേക്ക് യാത്രയായി. ജീവിതത്തിലെന്നും പ്രസരിപ്പിച്ച ആത്മീയ തേജസ് അന്ത്യയാത്രയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ തൊട്ടറിഞ്ഞു. നിങ്ങളോട് കാണിച്ച അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞ പിതാവ് അക്ഷരാർത്ഥത്തിൽ ആഴമേറിയ സ്നേഹത്താൽ തന്റെ കാലത്തെ അടയാളപ്പെടുത്തിയാണ് ഓർമ്മകളിലേക്ക് മറയുന്നത്. പുത്തൻപള്ളി ബസലിക്കയിലും ലൂർദ് ഭദ്രാസന ദേവാലയത്തിലും തൃശൂരിന്റെ രാജവീഥികളിലും ആയിരങ്ങൾ അഭിവന്ദ്യ പിതാവിന് അശ്രുപൂജയർപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും വിവിധ രൂപതാധ്യക്ഷന്മാരും വൈദികരും സന്യാസിനികളും ആത്മായരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പിതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. വിശുദ്ധന്റെ യാത്രയയപ്പിനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വിശുദ്ധരെ യാത്രയാക്കുക സന്തോഷകരമായ ഒരു അനുഭവമാണ്. 119 സങ്കീർത്തനം 16 നാം പാടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിശുദ്ധരുടെ മരണം സ്വർഗത്തിന് അമൂല്യമത്രേ. പുത്തൻപള്ളി ബസലിക്കയിൽ നിന്ന് ലൂർദ് ഭദ്രാസന ദേവാലയത്തിലേക്ക് വിലാപയാത്ര കടന്നുപോകുമ്പോൾ വഴികൾക്കിരുവശവും അനവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നു.
വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും തൃശൂർ അതിരൂപതയെ വളർത്തിയ ഇടയ ശ്രേഷ്ഠനോടുള്ള സ്നേഹാദരങ്ങളായിരുന്നു ഓരോരുത്തരുടെയും മുഖങ്ങളിൽ നിറഞ്ഞു നിന്നത്. ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. ഞായറാഴ്ച രാത്രി മുഴുവൻ നീണ്ട പൊതുദർശനത്തിനു ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് കബറടക്ക ശുശ്രൂഷകളുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയോടെയായിരുന്നു ശുശ്രൂഷകൾ. അതുകൊണ്ട് മേരി മാതാസിന് നേരി തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു എക്സ്ട്രാ മൈലുണ്ട്. കുട്ടികളുടെ തലക്കകത്തുള്ള അറിവല്ല, ഹൃദയത്തിൻ്റെ നിറവാണ് പരിശീലനം. പരിശീലനം ഒരു പരിവർത്തനമാക്കാൻ നമുക്ക് കഴിയും. മെത്രാന്മാരും വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. സഭയ്ക്കെന്നതുപോലെ പൊതുസമൂഹത്തിനും നന്മകൾ ചെയ്ത് കടന്നുപോയ പിതാവിനെ ലൂർദ് പള്ളി അങ്കണത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് യാത്രയാക്കിയത്.
അധികാരത്തിന്റെ അംശവടിയെ അജപാലനത്തിലെ വാത്സല്യമുദ്രയാക്കിയാണ് മാർ ജേക്കബ് തൂങ്കുഴി സഭയിലും പൊതുസമൂഹത്തിലും വേറിട്ട സാന്നിധ്യമായത്. പുതിയ കാലത്തിന്റെ വിശ്വാസികൾക്ക് മുന്നിൽ ദീർഘവീക്ഷണത്തോടെയുള്ള വഴിവിളക്കുകൾ സ്ഥാപിച്ചാണ് അദ്ദേഹം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത്. വിദേശത്ത് പഠിക്കുകയും ഇന്ത്യൻ സഭയെ നയിക്കുകയും ചെയ്ത മാർ തൂങ്കുഴി അതിനെല്ലാം അപ്പുറത്ത് ദൈവപരിപാലനയ്ക്ക് സ്വയം സമർപ്പിച്ച വിനീതനായ വിശ്വാസിയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലപ്പാവുകളൊന്നുമില്ലാതെ സാധാരണക്കാരനായി വിശ്വാസികളുടെ ഹൃദയവാതിലുകൾ തുറന്നു. കോട്ടയം ജില്ലയിലെ പാലാ വിളക്കുമാടത്ത് കർഷക ദമ്പതികളായ കുര്യന്റെയും റോസയുടെയും 4ാമത്തെ മകനായി 1930 ഡിസംബർ 13 തൂങ്കുഴിയുടെ ജനനം. കുടുംബം പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു. 1956 ഡിസംബർ 22 റോമിൽ വെച്ചാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയ മാർ തൂങ്കുഴി ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവും നേടിയിട്ടുണ്ട്. എല്ലാ ബിരുദങ്ങൾക്കും അപ്പുറത്ത് അജഗണത്തിന്റെ ആത്മഭാഷ തിരിച്ചറിഞ്ഞുവെന്നതാണ് തൂങ്കുഴി പിതാവിനെ പ്രിയങ്കരനാക്കിയത്. ആയിരത്തി 1973 മെയ് 1 മാർ തൂങ്കുഴി മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. മാനന്തവാടി രൂപതയുടെ പ്രഥമ ബിഷപ്പായ തൂങ്കുഴി 22 വർഷത്തിനു ശേഷം താമരശ്ശേരി രൂപത ബിഷപ്പായി. പാവങ്ങളുടെ പിതാവായ മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ പിൻഗാമിയായി 1997 തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ടു.
ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടാൻ എന്ന തിരുവചനമാണ് മാർ തൂങ്കുഴി തന്റെ ഔദ്യോഗിക മുദ്രാവാക്യമായി സ്വീകരിച്ചത്. മുന്നിലെത്തുന്ന ഓരോരുത്തരിലും ക്രിസ്തു ചൈതന്യം പ്രസരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു പതിറ്റാണ്ട് തൃശൂർ അതിരൂപതയെ നയിച്ച മാർ തൂങ്കുഴി കർമ്മനിരതമായ അജപാല ജീവിതത്തിൽ വേറിട്ട ചിന്തകളിലേക്കാണ് വിശ്വാസികളെ വഴി നടത്തിയത്. പൊതുജീവിതത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ പ്രസക്തി തിരിച്ചറിഞ്ഞ അദ്ദേഹം ജീവൻ ടിവിക്ക് തുടക്കമിട്ടു. തൃശൂരിലെ മേരിമാത മേജർ സെമിനാരി, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ട്രെയിനിംഗ് കോളേജ്, തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സ്ഥാപകനായ മാർ തൂങ്കുഴി വിശ്വാസ തീഷ്ണതയുള്ള അജപാലകൻ എന്ന നിലയിൽ സഭയിലും പുറത്തും ഏറെ പ്രിയങ്കരനായിരുന്നു. മാനന്തവാടി കേന്ദ്രമാക്കി ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിനും രൂപം നൽകി. ആരോരുമില്ലാത്ത സ്ത്രീകൾക്ക് അഭയമേകുന്ന സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസീസ് 1977 മെയ് 19 പ്രവർത്തനം ആരംഭിച്ചത്. ആരുമില്ലാത്തവരോടുള്ള അലിവും അനുകമ്പയുമാണ് ഇത്തരത്തിൽ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകാൻ മാർ ജേക്കബ് തൂങ്കുഴിയെ പ്രേരിപ്പിച്ചത്. ഓൾഡ് ഏജ് ഹോം, ചിൽഡ്രൻസ് ഹോം, സ്കൂളുകൾ എന്നിവയ്ക്കും SKD സമൂഹം തുടക്കമിട്ടു. ഇന്ത്യയിലും വിദേശത്തുമായി 75ഓളം മഠങ്ങളും 317 സന്യാസിനികളുമുള്ള സമൂഹം ആ സ്നേഹ സന്ദേശത്തിന്റെ കാവൽദൂതരാണ്. തൃശൂർ അതിരൂപതയിൽ 7 അഭയ കേന്ദ്രങ്ങളും 2 സ്കൂളുകളും SKD സമൂഹത്തിനുണ്ട്. ജർമ്മനി, ഇറ്റലി, റോം, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ക്രിസ്തുദാസികൾ സേവനം ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക തിരക്കുകളിലായിരുന്നപ്പോഴും പ്രായാധിക്യത്തിന്റെ അവശതകളിലും സന്യാസിനി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാർ തൂങ്കുഴി സജീവമായിരുന്നു. അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹവായ്പിന്റെ മഹാസാഗരം തിരയൊടുങ്ങാതെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അടുത്തുയർത്തിയ സ്ഥാപനങ്ങളിലൂടെ, കൈപിടിച്ചുയർത്തിയ അനേകായിരം മക്കളിലൂടെ, മഴ മാറിയാൽ വലിയുടെ രാമധാര നിലയ്ക്കാതെ അസ്തമയമില്ലാത്ത ആർദ്ര സ്നേഹത്തിന്റെ നിത്യപൗർണമിയായി പ്രിയങ്കരനായ പിതാവേ അങ്ങ് വിരാജിക്കുക. പ്രിയയുടെ ഹൃദയഗോവിലിൽ ഇനിയെന്നും അങ്ങേക്ക് പ്രണാമാഞ്ജലികൾ. മക്കളോടൊത്ത് കഴിയാനുള്ള പിതാവിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു കോട്ടുളിയിലെ ക്രിസ്തുദാസി സമൂഹത്തിന്റെ ചാപ്പലിലെ അന്ത്യവിശ്രമം. മുത്തുക്കുടകളും ബാൻഡ് വാദ്യങ്ങളുമായി അവർ പിതാവിനെ നെഞ്ചിലേറ്റുവാങ്ങുകയായിരുന്നു. രണ്ടു തവണ മാർ തൂങ്കുഴി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചു. 2004 തൃശൂർ മേരിമാതാ സെമിനാരിയിൽ നടന്ന CBCAയുടെ ചരിത്ര സംഗമത്തിന്റെ സംഘാടകനായി ശ്രദ്ധ നേടി. ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോഴും തൃശൂരിനോടുള്ള ആത്മബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. 2007 ജനുവരി മുതൽ കാച്ചേരിയിലെ മൈനർ സെമിനാരിയിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. പാദങ്ങളിൽ നമിച്ചുകൊണ്ട് പിതാവ് വഴി നമ്മുടെ ദേശത്തിന് കൈവന്ന എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ പാപങ്ങളുമായി ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ഈ മക്കൾക്ക് തിരിച്ചു നൽകുകയും തന്നെ തന്നെ സ്വർഗപിതാവിന് സമ്മാനിക്കുകയും ചെയ്യുന്ന ദിവ്യ മുഹൂർത്തമാണിത്. പ്രിയങ്കരനായ തൂങ്കുഴി പിതാവിന്റെ കരങ്ങൾ പ്രിയജനമേ ഭിന്നതകളും വിവാദങ്ങളും കൊണ്ട് സഭാചരിത്രം മലിനമായപ്പോഴും സൗമ്യമായ നിലപാടുകളിലൂടെ വിശ്വാസ ചൈതന്യത്തിലേക്കാണ് മാർ ജേക്കബ് തൂങ്കുഴി വിശ്വാസികളെ ആനയിച്ചത്. കലഹങ്ങളല്ല, കർത്താവിലുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ് സഭയുടെ കരുത്തെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. തന്നെ ഏൽപ്പിച്ചവരിൽ ആരെയും താൻ നഷ്ടപ്പെടുത്തിയില്ലെന്ന തിരുവചനം നെഞ്ചിലേറ്റി ആത്മനിർവൃതിയോടെയാവും തൂങ്കുഴി പിതാവ് കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോകുന്നത്. പിതാവിനെക്കുറിച്ചുള്ള മായാത്ത ഓർമ്മകൾ നെഞ്ചേറ്റുകയാണ് തൃശൂർ അതിരൂപതയും കത്തോലിക്കാ സഭയും പൊതുസമൂഹവും. സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോയി. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരെ പിറ്റേന്നൊപ്പം ഉണർന്നിടാൻ. പുഞ്ചിരിക്കുന്ന മുഖവും സൗമ്യമായ വാക്കുകളും തീക്ഷ്ണമായ ഭക്തിയും വാക്കുകൾക്കപ്പുറത്ത് അജപാലനത്തിന്റെ അർത്ഥവും ആഴവും അറിഞ്ഞ തൂങ്കുഴി പിതാവ് കടന്നുപോകുമ്പോൾ നമുക്ക് മുന്നിൽ നിറയുന്ന ശൂന്യത തന്നെയാണ് ആ ജീവിതത്തിന്റെ തിളക്കവും തേജസ്സും.